നമുക്കറിയാം ഒരു കറന്റ് ക്യാരിയിങ് വയർ അതിനു ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നുണ്ട് എന്ന്. ഇങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ബയറ്റ്-സവാർട്സ് ലോ ഉപയോഗിച്ചാണ് നമ്മൾ കാണുന്നത്. ഈ ലോ ഉപയോഗിക്കാൻ നമ്മൾ ആദ്യം ഈ വയറിന്റെ DL ലെങ്ത് ഉള്ള ഒരു ചെറിയ പീസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതിലൂടെ I എന്ന കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കറന്റ് ക്യാരി ചെയ്യുന്ന ചെറിയ ലെങ്തിനെ നമ്മൾ കറന്റ് എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. ബയറ്റ്-സവാർട്സ് ലോ പ്രകാരം ഈ കറന്റ് എലമെന്റ് R എന്ന ഡിസ്റ്റൻസിൽ P എന്ന പോയിന്റിൽ ഫോം ചെയ്യുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡായ dB എന്ന് പറയുന്നത് mu0 ഡിവൈഡഡ് ബൈ 4π ടൈംസ് I ടൈംസ് dl ക്രോസ് r ക്യാപ് ഡിവൈഡഡ് ബൈ r സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഇത് ബയറ്റ്-സവാർട്സ് ലോയുടെ വെക്റ്റർ ഫോം ആണ്. ആദ്യം നമ്മൾ ഈ ഇക്വേഷന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കാണാൻ പോകുന്നത്. ഇവിടെ dl ക്രോസ് r ക്യാപ് എന്ന് പറയുന്നത് dlന്റെ മാഗ്നിറ്റ്യൂഡ് ടൈംസ് r ക്യാപിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇവിടെ r ക്യാപ് എന്ന് പറയുന്നത് r എന്ന വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ്. അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇവിടെ dl വെക്ടറും r വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. dl വെക്ടറിന്റെ ഡയറക്ഷൻ കറന്റിന്റെ അതേ ഡയറക്ഷനിലായിട്ടാണ് എടുക്കേണ്ടത്. അതിനാൽ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. നമുക്ക് ഈ ഇക്വേഷൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. കൂളോംസ് ലോയിലെ 1/4πε0ക്ക് സമാനമായി ഇവിടെ വരുന്ന കോൺസ്റ്റന്റ് ആണ് mu0 ഡിവൈഡഡ് ബൈ 4π എന്നത്. അടുത്തതായി ഇക്വേഷൻ പറയുന്നത് കറന്റ് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡും കൂടുന്നുണ്ട് എന്നാണ്. പിന്നെ പറയുന്നത് കറന്റ് എലമെന്റിന്റെ ലെങ്ത് കൂടിയാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും കൂടുമെന്നാണ്. അതായത് നിങ്ങൾ ലോങ്ങർ കറന്റ് എലമെന്റിനെയാണ് എടുക്കുന്നതെങ്കിൽ അവിടെ കൂടുതൽ മൂവിംഗ് ചാർജസ് ഉള്ളതിനാൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഇവിടെ കൂളോംസ് ലോയ്ക്ക് സമാനമായി r² ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അതായത് കറന്റ് എലമെന്റിൽ നിന്നുള്ള ദൂരം കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കുറയുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. കൂളോംസ് ലോ പോയിന്റ് ചാർജിന് മാത്രം വർക്കാവുന്ന പോലെ ഇവിടെ ബയറ്റ്-സവാർട്സ് ലോ പോയിന്റ് കറന്റ് എലമെന്റിന് മാത്രമേ വർക്കാവൂ. സൈൻ തീറ്റ എന്ന ടേമാണ് ഈ ലോയെ കൂളോംസ് ലോയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഒരു പോയിന്റ് ചാർജിന് ചുറ്റും നമ്മൾ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള 3 പോയിന്റുകളും ചാർജിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലായതിനാൽ ഇലക്ട്രിക് ഫീൽഡ് ആ പോയിന്റുകളിൽ സെയിം ആയിരിക്കും. എന്നാൽ ഈ ചാർജിന് പകരം സെന്ററിൽ ഒരു കറന്റ് എലമെന്റിനെയാണ് വെക്കുന്നതെങ്കിൽ ഈ 3 പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡ് ഡിഫറെന്റ് ആയിരിക്കും. കാരണം നമ്മളിവിടെ കറന്റും ആറും തമ്മിലുള്ള ആംഗിൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. കറന്റ് റൈറ്റ് സൈഡിലേക്കാണ് ഒഴുകുന്നത്. ഇവിടെ ഇങ്ങനെയാണ് ആറിന്റെ ഡയറക്ഷൻ വരുന്നത്. അതിനാൽ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സൈൻ 90 1 ആയതിനാൽ എ എന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ആയിരിക്കും. ഇവിടെ തീറ്റ 0 ആയതിനാൽ ഫീൽഡ് 0 ആയിരിക്കും. സൈൻ 180 0 ആയതിനാൽ ഇവിടെയും ഫീൽഡ് 0 ആയിരിക്കും. അതായത് കറന്റ് എലമെന്റിന് പെർപെൻഡിക്കുലറായി വരുന്ന കേസിൽ ഫീൽഡ് മാക്സിമവും എന്നാൽ കറന്റ് എലമെന്റിന്റെ ആക്സിസിൽ ഫീൽഡ് 0യും ആയിരിക്കും. റൈറ്റ് ഹാൻഡിലെ തമ്പിനെ കറന്റിന്റെ ഡയറക്ഷനിലേക്ക് പിടിക്കുമ്പോൾ കേൾഡ് ഫിംഗേഴ്സ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിച്ചു തരുന്നു. ഇവിടെ കറന്റ് എലമെന്റിന്റെ റൈറ്റ് സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്ലെയിനിന് ഉള്ളിലേക്കും എന്നാൽ ലെഫ്റ്റ് സൈഡിൽ പ്ലെയിനിന് പുറത്തേക്കുമായിരിക്കും പോയിന്റ് ചെയ്യുന്നത്.